Hi everyone. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഫസ്റ്റ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ടോപ്പിക് സ്റ്റെപ്പ് ഫങ്ഷൻസ് ആണ്. നമ്മളിതിന് മുന്നത്തെ സെക്ഷൻ എടുത്തപ്പോൾ ജനറൽ പ്രൊസീജിയർ ഇൻവോൾവിങ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ളത് ബൈ ദ മെത്തേഡ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കിയിട്ടുണ്ടായിരുന്നു. സം ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് എലമെൻ്ററി ആപ്ലിക്കേഷൻസ് ഓഫ് ദ ട്രാൻസ്ഫോം മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ഡിസ്കണ്ടിന്യൂറ്റീസ് ഓഫ് ഇമ്പൾസീവ് ഫോഴ്സിങ് ഫങ്ഷൻസ് ആണ്. ഈ ടൈപ്പിലുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി അനാലിസിസിലും ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്സിലൊക്കെ ആയിട്ടാണ് വരിക. ഓർ ദ മാഗ്നറ്റിക് സിസ്റ്റംസിലെ വൈബ്രേഷൻസ് ഒക്കെ ആയിട്ട്. Unless a specific statement is made to the contrary, functions appearing below will be assumed to be piecewise continuous or of exponential order. അപ്പോൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറ്റ്ലീസ്റ്റ് സഫീഷ്യൻ്റ് ലാർജിനും എക്സിസ്റ്റിംഗ് എക്സ്പ്രഷൻ തന്നെ -∞ആണ് 0 ആയിട്ട് വരും. ഇത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉള്ള ഫങ്ഷൻസ് വെച്ച് എഫക്റ്റ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് it is very helpful to introduce a function known as the unit step function or Heaviside function. This function will be denoted by u and is defined by u c of t equal to 0 when t less than c and equal to 1 when t greater than or equal to c. അങ്ങനെയാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹെവിസൈഡ് ഫംഗ്ഷൻ ഇതാണ് അതിൻ്റെ ഗ്രാഫ്. ഒരു എക്സാമ്പിൾ ചെയ്യാം. sketch the graph of the function y equal to h of t where h of t equal to u pi of t minus u2 pi of t greater than or equal to 0. From the definition of uc of t നമുക്ക് ഇങ്ങനെയായിരിക്കും ഫംഗ്ഷൻ വരിക. h of t equal to 0, 1, t less than pi, t greater than equal to 2 pi, t greater than equal to pi in 1, t less than pi in 0, minus 0, 1, t less than 2 pi, less than greater than or equal to 2 pi ക്ക് 1. അപ്പോൾ 0 minus 0, 1 minus 0, 1 minus 1 വരും. 0, 1, 0 വരും. 0 to പൈയും 2 pi to infinity 0 ആയിരിക്കും. പിന്നെ നടുക്കുള്ള ഭാഗത്ത് 1 ആയിരിക്കും. ഇപ്പം ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ പൾസ് ആയിട്ടായിരിക്കും ഗ്രാഫ് വരിക. ഇത് നമുക്ക് നോക്കാം. കുറച്ച് 1-2 എക്സാമ്പിൾസ് ഇത് സിമിലർ ടൈപ്പ് വരുന്നുണ്ട്, അത് നോക്കോളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ മെത്തേഡ് കഴിഞ്ഞുള്ള അടുത്ത ടൈപ്പിലേക്ക് പോകാം. impulse functions. Impulse function page number 270 ആണ്. Okay. In some applications it is necessary to deal with the phenomena of an impulse nature. For example, voltages or forces of large magnitude that act over very short time intervals. Such problems can often lead to the differential equations of the form ay double dash plus y dash plus ed equal to g of t, where g of t is large during a short interval t naught minus tau less than t minus t less than t naught plus tau. അപ്പോൾ ഇവിടെ ഇങ്ങനെയായിട്ടായിരിക്കും ഇൻറ്റഗ്രൽ ഐ ഓഫ് ടോ എന്ന് പറയുന്നത് ഈ ഫോമിലായിട്ടായിരിക്കും വരിക. ഈ ഫോമിലായിട്ടായിരിക്കും വരിക. അതിനെ നമ്മൾ ഔട്ട്സൈഡ് ദ ഇൻ്റർവെൽ കൊണ്ടുപോകുമ്പോൾ -∞ to +∞ ഈ ഫോമില വരിക. ഇനിയും ഇൻ ദ മെഷർ ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫോഴ്സിങ് ഫംഗ്ഷൻ
ഇനി മാത്തമാറ്റിക്കൽ സിസ്റ്റത്തിൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ വരുമ്പോൾ ജി ഓഫ് ടി എന്ന് പറഞ്ഞ ഒരു ഫോഴ്സാണ്. ഐ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇമ്പൾസ് ഓഫ് ദ ഫോഴ്സ് ജി ഓഫ് ടി ഓവർ ദ ടൈം ഇൻ്റർവൽ ടി നോട്ട് മൈനസ് ടു ടി നോട്ട് പ്ലസ് ടു ആണ്. Similarly, if I is a current electric circuit, G of t is the time derivative of the voltage, then I of t represents total voltage impressed by on the circuit during the interval t naught minus 2 t naught plus 2. G of t എന്നത് ഈ ഫോമിലായിട്ടായിരിക്കും. ഇനി tau tends to 0 plus d tau of t equal to 0, t naught equal to 0. അതിൻ്റെ ഗ്രാഫാണ്. Delta of t equal to 0 for t naught equal to 0. Integral minus infinity to infinity delta tau dt equal to 1. Generalized functions. Function d delta എന്ന് പറയുന്നത് those functions is an example of what were known as generalized functions. It is usually called a Dirac delta function. Since delta of t corresponds to a unit impulse at t is equal to 0. A unit impulse at an arbitrary point equal to t naught is given by delta of t minus t naught. From example 7 and 8, it follows that delta t minus t naught equal to 0, t naught equal to t naught minus infinity to infinity, delta of t minus t naught dt equal to 1. എങ്ങനെയാണ് ഡെൽറ്റ ഇൻവോൾവ് ആവുന്നതെന്നുള്ളൊരു തിയറിയാണ്. അടുത്ത നമുക്ക് കൺവല്യൂഷൻ ഇൻ്റഗ്രൽസിലേക്ക് പോകാം. കൺവല്യൂഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. Sometimes it is possible to identify a Laplace transform h of s as a product of two other Laplace transforms. Laplace transform മറ്റ് രണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് അസ്യൂം ചെയ്യാൻ പറ്റുന്ന കേസ് വരും. ആ സമയത്ത് സപ്പോസ് എഫ് ഓഫ് എസും ജി ഓഫ് എസുമായിട്ടുള്ള രണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എച്ച് ഓഫ് എസ് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കറസ്പോണ്ടിങ് ടു നോൺ ഫംഗ്ഷൻ എഫ് ആൻഡ് ജി റെസ്പെക്റ്റീവ്ലി. ഇൻ ദിസ് event, we might anticipate h of s be the transform of the product of f of g of s. However, this is not the case. അതായത് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെന്നും ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്ന് പറയുന്നത് സ്മോൾ ജി ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെന്നുണ്ടെങ്കിലും എഫ് പ്രോഡക്റ്റ് ജിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആവണമെന്നില്ല എച്ച് ഓഫ് എസ്. In other words, Laplace transform cannot be commuted with ordinary multiplication. Ordinary multiplication വെച്ച് നമുക്ക് Laplace transform compute ചെയ്യാൻ പ്രയാസമാണ്. On the other hand, if an appropriately defined generalized product is introduced, then the situation changes. As stated in the following theorem, if capital F of s is equal to Laplace transform of f of t, capital G of s is equal to Laplace transform of g of t, both exist for s greater than a greater than or equal to 0, then capital H of s equal to small f of s, small g of s, h of t, s greater than a.
അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എച്ച് ഓഫ് എസ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ആണ്. ക്യാപിറ്റൽ എച്ച് ഓഫ് ടി ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് ടി ആണ് ക്യാപിറ്റൽ എസ്. അങ്ങനെയാണെങ്കിൽ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to t എഫ് ഓഫ് ടി മൈനസ് ടു ജി ഓഫ് ടു ഡി ടി ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t എഫ് ഓഫ് ടു ജി ഓഫ് ടി മൈനസ് ടു ഡി ടി ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനൊരു റിലേഷൻഷിപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഡയറക്റ്റ്ലി പ്രോഡക്റ്റ് അല്ലെങ്കിലും എച്ച് ഓഫ് ടീനെ നമുക്ക് ഇൻറ്റഗ്രൽ 0 to t എഫ് ഓഫ് ടു ജി ഓഫ് 1 മൈനസ് ടു ഡി ടി എന്നുള്ളൊരു ഇത് കൊടുക്കാൻ പറ്റും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കൺവല്യൂഷൻ തിയറം എന്ന് പറയുന്നത്. പിന്നെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട് കൺവല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന. കൺമ്യൂട്ടേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, അസോസിയേറ്റീവ്, സീറോ പ്രോപ്പർട്ടി. സാധാരണ വെക്ടർ ആൾജിബ്രയിലൊക്കെ എങ്കിൽ നമ്മൾ ആൾജിബ്രയിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് എസ് ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് റൈസ് മൈനസ് ടു ഇൻറ്റു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള പ്രോഡക്റ്റ് റെസിപ്റ്റ്. അപ്പോൾ ഇത് എങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് പോയിന്റ്. നമുക്ക് ഏതൊക്കെ ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാം. അതിന് നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ടേബിൾ വെച്ച് പഠിച്ചിരുന്നു. കുറച്ച് ഫംഗ്ഷൻസിൻ്റെ ട്രിഗണോമെട്രിക്, എക്സ്പോണൻഷ്യൽ, കുറച്ച് ഫംഗ്ഷൻസിൻ്റെ ഒക്കെ പഠിച്ചിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ അറിയാം എന്നുള്ളത് ആദ്യം നോക്കണം. അതിന് ശേഷമാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന കൂട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ സ്മോൾ എച്ച് ഓഫ് ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to t 1 മൈനസ് ടി മൈനസ് ടോ സൈൻ എ ടി ഡി ടോ ഈക്വൽ ടു എ ടി ബൈ സൈൻ എ ടി എ സ്ക്വയറിന് കിട്ടി. ഇത് സൈൻ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമും ഇത് സൈൻ എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമും ഉണ്ട്. അത് വെച്ചിട്ടാണ് നമുക്ക് ഇത് കിട്ടിയത്. സെയിം റിസൾട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ഇഫ് എച്ച് ഓഫ് ടി ഈസ് റിട്ടൺ ഇൻ ദ ആൾട്ടർനേറ്റീവ് ഫോം. ഇങ്ങനെ എഴുതിയാലും സെയിം റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഇത് എക്സ്പാൻഡ് നമുക്ക് എച്ച് ഓഫ് എസ് ഇൻ പാർഷ്യൽ ഫോംസ് കിട്ടും. എച്ച് ഓഫ് ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്മോൾ എച്ച് ഓഫ് ടി കണ്ടുപിടിക്കാനായിട്ട് ക്യാപിറ്റൽ എച്ച് ഓഫ് സി പാർഷ്യൽ ഫ്രാക്ഷനിൽ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ തേർഡ് മൊഡ്യൂൾ കഴിഞ്ഞു 6.6ഓടുകൂടി. ഇനി ഒരു മൊഡ്യൂൾ എടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഫോർത്ത് മൊഡ്യൂൾ നമുക്ക് വേറൊരു ലെക്ചറിൽ ഉൾപ്പെടുത്താം. ഇത് ലിസൺ ചെയ്തിട്ട് എങ്ങനെയാണ് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.